ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്ന ദിവസം മുതൽ അവൻ പഠിച്ചു വളർന്ന് അവന് മെഡിസിന് പഠിക്കേണ്ട സമയം വരെയുള്ള കാര്യങ്ങളൊക്കെ കണക്കൂട്ടിയിട്ട് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പണം കെട്ടിവെച്ചു. അവൻ വളർന്ന് വലുതാകുന്ന കാലത്തേക്കും പ്രായത്തേക്കുമുള്ള എമൗണ്ട് എത്രയാകുമെന്ന് കണക്കുകൂട്ടി വലിയ തുക കെട്ടിവെച്ചു. ഇതൊരു കഥയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടി ജനിക്കും മുമ്പേ കുഞ്ഞെന്താകണം എന്ന് തീരുമാനിക്കുന്ന ഒരു പുതിയ സമൂഹത്തിനും പുതിയ മാതാപിതാക്കളുടെയും ഒക്കെ മനോനിലയെക്കുറിച്ച് പറയാനുള്ള ഒരു ഉദാഹരണമാണ്. എന്നാൽ അതേ മാനസികാവസ്ഥയിൽ രക്ഷിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ മതപഠനം പലപ്പോഴും പ്ലാൻ ചെയ്യാറില്ല. ഒരു ആത്മവിമർശനത്തോടെ കുട്ടികളുടെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നോക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ കുട്ടി 10ാം ക്ലാസ്സിലെത്തുന്നതോടുകൂടെ 8ാം ക്ലാസ്സിലെത്തുന്നതോടുകൂടെ അവന് ട്യൂഷൻ കൊടുത്ത് അവൻ്റെ വായനയ്ക്ക് പ്രത്യേക സമയം കണ്ടെത്തി കുടുംബത്തിൻ്റെ യാത്രകളൊക്കെ വെട്ടിച്ചുരുക്കി കുടുംബത്തിൻ്റെ വിവാഹയാത്രകൾ മറ്റ് സൽക്കാരങ്ങൾ ഒക്കെ ക്രമപ്പെടുത്തി മാതാപിതാക്കളാണെങ്കിൽ പലരും പ്രവാസികളൊക്കെ ആണെങ്കിൽ അതുവരെ മക്കളെവിടെ ആക്കി അവിടെ താമസിച്ചവർ അവരിങ്ങോട്ട് തിരിച്ചു പറന്ന് അങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങൾ കുട്ടികളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സാധാരണഗതിയിൽ രക്ഷിതാക്കൾ എടുക്കാറുണ്ട്. എന്നാൽ മദ്രസ വിദ്യാഭ്യാസം പലപ്പോഴും കേവലം ഓൺലൈനായി പോകുന്ന, ഇനി ഫിസിക്കലാണെങ്കിൽ തന്നെ യാത്രകളെയും മറ്റു കാര്യങ്ങളെയൊന്നും അതിനുവേണ്ടി ക്രമീകരിക്കാത്ത ഒരു സാഹചര്യമൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അത് നമുക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഈ കുട്ടിക്ക് ഓരോ പ്രായത്തിലും കിട്ടേണ്ട വെളിച്ചങ്ങൾ അതാത് പ്രായത്തിൽ കിട്ടിയില്ലെങ്കിൽ അവനിൽ നിന്ന് പുറത്തു വരുന്ന പ്രതികരണങ്ങളും സമീപനങ്ങളും ജീവിത രീതികളുമൊക്കെ മാതാപിതാക്കളെ എന്നും കണ്ണീരണിയിപ്പിക്കുന്നതായിരിക്കും. ഞാൻ എങ്ങനെ നോക്കിയതാണ് എൻ്റെ മോനെ, നമ്മളെ മക്കളെ എങ്ങനെ നോക്കി എന്നുള്ളത് അവർക്കൊരിക്കലും അറിയില്ല. ഇല്ല, തീർച്ചയായിട്ടും നമ്മൾക്കറിയില്ല നമ്മളെ മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഒരിക്കലും വരികൾ കൊണ്ടും വാചകങ്ങൾ കൊണ്ടും വിവരിക്കാനാകാത്ത വിധമുള്ള മനോനിലകളിലൂടെ, സങ്കടങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ടാകും. അത് ഇനി അറിയുമെങ്കിൽ പോലും അവരനുഭവിച്ച വേദനയുടെ ആഴം എത്രയാണ്, ആ ഫീൽ ഒരിക്കലും, ആ ഒരു മനോനില ഒരിക്കലും വേറെ ആൾക്ക് കൈമാറാൻ പറ്റിയതല്ല. പ്രത്യേകിച്ച് കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് അന്നത്തെ സാഹചര്യങ്ങളടക്കം മാറിയിട്ടുണ്ടാവും. അതെ, ഒരു പ്രസവത്തിനടക്കം എല്ലാറ്റിലും, മൊത്തം എല്ലാ കാര്യത്തിലും. ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൽ പാമ്പേഴ്സ് ഇല്ലാത്ത കാലത്ത് മക്കളെ വളർത്തിയ മാതാപിതാക്കളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? വേദന സമാഹാരി ഇല്ലാതെ പ്രസവിച്ച, വേദന സമാഹാരി ഇല്ലാതെ, അതല്ലെങ്കിൽ കൃത്യമായ ഡോക്ടർ പരിരക്ഷണങ്ങളില്ലാതെ ഒക്കെ എല്ലാറ്റിലും വ്യത്യാസങ്ങളുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കഥയിൽ പറയുന്നത് പോലെ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചേർക്കാൻ വേണ്ടി ക്യാഷ് കിട്ടിയ ഈ രക്ഷിതാവിനെ കുറിച്ച് കഥയുടെ ഒരു 2ാം ഭാഗമുണ്ട്. ഇതെല്ലാം കഥയാണ്. അങ്ങനെ അവൻ വളർന്ന് വലുതായി, അവൻ വലിയ ഡോക്ടറായി, ഭയങ്കര തിരക്കായി. അമ്മ അച്ഛൻ ഒക്കെ വളരെ വിഷമിച്ച് രോഗാവസ്ഥയിലേക്ക് പോയി. അച്ഛൻ മരിച്ചത് അവൻ അറിഞ്ഞതേയില്ല. അമ്മ ഒരു ദിവസം വിളിച്ചപ്പോൾ, മോനെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു പുഷ്പ ചക്രം അവൻ മെസ്സേജ് ചെയ്തു എന്നാണ്. ഇത് അച്ഛൻ്റെ അമ്മയുടെ ഒഴിവ് പോലെ അച്ഛൻ്റെ കബറിടത്തിൽ കൊണ്ടുപോയി ഇത് വെക്കണമേ എന്ന് പറഞ്ഞ്. അപ്പോൾ ചുറ്റുള്ളവരൊക്കെ അവനെ ഭയങ്കരമായി പ്രശംസിച്ചു. എന്താ കാര്യം, അതെങ്കിലും അവൻ ചെയ്തല്ലോ, ഞങ്ങളൊന്നും മക്കൾ അത്രയും ചെയ്തിട്ടില്ല എന്നാണ്. അത് കഴിഞ്ഞ് അമ്മക്ക് വയ്യാതായപ്പോൾ അമ്മ അവനെ വിളിച്ചു. അമ്മൻ്റെ സ്വരം കേട്ടതും അവൻ ഫോൺ കട്ടാക്കി. അവനപ്പോൾ വളരെ പ്രായം ചെന്ന വേറൊരു അമ്മയെ ചികിത്സിക്കായിരുന്നു. അവനൊരു പോളിസി ഉണ്ട്, ചികിത്സേൻ്റെ ഇടയിൽ ആരുടെയും ഫോൺ അവൻ അറ്റൻഡ് ചെയ്യില്ല. അവസാനം ആരോ ഒരാൾ അവനോട് പറഞ്ഞു, നിന്നെ കാണണം എന്ന് അമ്മക്ക് വലിയ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ എന്തായാലും അമ്മേൻ്റെ അടുത്ത് പോകണം, അമ്മ വല്ലാത്തൊരവസ്ഥയിലാണ്, അച്ഛൻ മരിച്ചപ്പോൾ നിനക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ വല്ലാതെ ആൾ പ്രഷർ ചെയ്തപ്പോൾ അവൻ പറഞ്ഞ കമൻ്റ് ഇതായിരുന്നു, ഞാനും അമ്മയും തമ്മിലുള്ളതൊരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റ് അമ്മ എന്നെ പ്രസവിച്ച് വയറൊഴിഞ്ഞതോടുകൂടെ തീർന്നു. ആ ഒരു കോൺട്രാക്റ്റിൻ്റെ കാലയളവ് കഴിഞ്ഞു. ആ കോൺട്രാക്റ്റിൻ്റെ ഒരു കാര്യം ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തു വരുന്നുണ്ട്. നമുക്ക് നല്ല താമസ സൗകര്യം, നല്ല ഭക്ഷണം, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട്
വളരെ വലിയൊരു ഇമോഷനുകളൊന്നും എന്നോട് പറയണ്ട, അതൊക്കെ എനിക്ക് മനസ്സിലാകും, ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ പുതിയൊരു കാലത്ത് എല്ലാറ്റിനെയും ഇങ്ങനെ ഒരു എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശന വസ്തുവാക്കി മാറ്റണ, എല്ലാം നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ 2 കഥകളാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരു അനുഭവം കൂടിയും പറയാനുള്ള സമയം ഇന്നത്തെ ദിവസം അനുവദിക്കുന്നില്ല. നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവേണ്ടതുണ്ട്, അതുകൊണ്ട് അത് പിന്നീടാകാം. എന്തായാലും ഈ 2 കഥകളിലും നമുക്ക് വലിയൊരു പാഠമുണ്ട്. ആദ്യത്തെ കഥയിൽ തൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം വളരെ പ്ലാൻ ചെയ്യുന്നു. രണ്ടാമത്തെ കഥയിൽ ആ വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റെതസ്കോപ്പ് പിടിക്കുന്ന മകനെ അവൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കേണ്ടിയിരുന്ന ആത്മീയ പാഠങ്ങൾ അത് കൊടുക്കാൻ ഈ പാരൻസിന് കഴിയാത്തതുകൊണ്ട് അവൻ ആ ഒരു തിരിച്ചറിവില്ലാതെ പോകുന്നു. അറിവേറെ കിട്ടി, അറിവിലപ്പുറം തിരിച്ചറിവുകളുണ്ടെങ്കിലേ മനുഷ്യൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നുള്ളൂ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം. ഓക്കെ, മാഷാ അല്ലാ. അഥവാ 7 വയസ്സാകുമ്പോൾ മോനെ നിസ്കരിക്കാറായിട്ടുണ്ട് എന്ന് മോനോട് പറയുന്ന, 10 വയസ്സാകുമ്പോൾ അതിൻ്റെ ആ സ്വരത്തിലൊന്ന് കട്ടികൂട്ടുന്ന രൂപത്തിൽ മതപരമായി ഇടപെടുന്നില്ല. എന്നാൽ 8ാം ക്ലാസ്സിലെത്തുമ്പോൾ ട്യൂഷന് ചേർക്കാൻ എന്ത് ചെയ്യുന്നു, പലപ്പോഴും ധൃതി കാണിക്കുകയും ട്യൂഷൻ സെൻ്ററുകൾ തിരഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. നമ്മളൊരിക്കലും അതിനെ നിരാകരിക്കണില്ല. അതായത് ഇപ്പോൾ രക്ഷിതാക്കൾ ഇതിന്ന് ഒരിക്കലും റീഡ് ചെയ്യരുത്, ട്യൂഷന് പോകണ്ടെന്നാണ് ശുക്കൂർ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയല്ല. തീർച്ചയായും നമ്മൾ അതിനെടുക്കുന്ന റിസ്ക് എത്രയാണോ, അതിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണോ, അത് നമ്മളെ മനസ്സിൽ എന്തുമാത്രം ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ അതിലേറെ വലിയ ആശങ്കയായി അവൻ്റെ ആത്മീയ പാഠങ്ങളും അവൻ്റെ മതപരമായ ജീവിതവും അവൻ്റെ മതകീയമായ ഭാവിയും അവൻ്റെ മണ്ണിനടിയിലെ വാസവും അവൻ്റെ പരലോക ജീവിതമൊക്കെ ഒരു രക്ഷിതാവിൻ്റെ മനസ്സിൽ ഉയർന്നു വരണം എന്ന സന്ദേശമാണ് നമ്മൾ തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ.